ഭക്തന് ചോറ്റാനിക്കര അമ്മ ദർശനം നൽകുക അല്ലെങ്കിൽ ഒരു അനുഗ്രഹം നൽകുക എന്നൊക്കെ പറയുന്ന ഒരു നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് പറയുന്നത് കേട്ടോ. ഒരു രാത്രി 2 മണി നമ്മുടെ പഴയ സ്റ്റേജിലാണ്, പഴയ നവരാത്രി മണ്ഡപത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. എല്ലാവരും ഭയങ്കര കൊടിയ മഴ, ഒരു 1 മണി 2 മണി സമയത്ത് അപ്പോഴും ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന. അപ്പോൾ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ കിടന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉറങ്ങുന്നുണ്ട്, ചിലർ എഴുന്നേറ്റിരിപ്പുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ തിരുപ്പള്ളി ഭാഗത്ത് 2 കൈ തൊഴുത് പിടിച്ചവരുള്ള അത് കണ്ട ഒരു നിമിഷം പോലെ എനിക്ക് ശരിക്കും പറഞ്ഞാല് ഞാൻ ഇരുന്ന് പാടുന്നത് മാത്രം എനിക്കറിയാം. കാര്യം വെച്ചാൽ എന്തോ ഒരു ലോകത്തിരുന്ന് പാടുന്ന പോലുള്ള പ്രതീതിയായിരുന്നു. കാര്യം വെച്ചാൽ കംപ്ലീറ്റ് ഒരു ഭയങ്കര ഒരു ഊർജ്ജം പോലെയാണ് ശരീരം. എന്നെ കൈപിടിച്ചു കൊണ്ടുപോയ ഭഗവതി തന്നെയാണെന്നാണ് എന്റെ ഏറ്റവും വലിയ വിശ്വാസം. നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു അത്ഭുതം അവിശ്വസനീയം എന്ന ഒരു പ്രോഗ്രാം ഞാൻ ആരംഭിച്ചപ്പോൾ ഇത് ഇത്രയും ആളുകൾ ഏറ്റെടുക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം അത്ഭുത സംഭവ കഥകൾ ഒരുപാട് വിശ്വാസികളായിട്ടുള്ളവർ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് കമൻറ്റുകളാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ചാനലിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒരുപാട് പേര് വാട്സപ്പ് മെസ്സേജ് അയക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷം, ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനെന്ന് പറഞ്ഞോട്ടെ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയല്ല. നമുക്ക് ചുറ്റുമുണ്ടാകുന്ന ചില അത്ഭുത അനുഭവങ്ങൾ, ചില ആളുകൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, അതൊക്കെ ഒരു മാധ്യമം എന്ന നിലയിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു സംഭവ കഥ പോലെ അവതരിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. അല്ലാതെ മറ്റൊരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കലൊന്നും അല്ല കേട്ടോ. ഇന്ന് നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലെ ഒരാൾ എന്നോട് പറഞ്ഞു, ചോറ്റാനിക്കര അമ്മയെക്കുറിച്ചുള്ള അത്ഭുത കഥകളൊന്ന് പങ്കുവെക്കാമെന്ന് ചോദിച്ചു. എനിക്ക് ഏറെ സന്തോഷമാണ്, കാരണം ഞാൻ അവിടെയാണ് ചോറുണ്ടത്. ചോറ്റാനിക്കര അമ്മയുടെ നല്ല മറ്റാരും കേൾക്കാത്ത പുതിയൊരു സംഭവ അത്ഭുത കഥ കിട്ടട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും ചോറ്റാനിക്കര അമ്മ ഭഗവതി അനുഗ്രഹിച്ചു എന്ന് വേണം പറയാൻ. മറ്റ് ചാനലിലൊന്നും പോകാത്ത ഒരു സംഭവ കഥയാണെന്നാണ് ഇത് പറഞ്ഞ ആള് എന്നോട് പറഞ്ഞത്. അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെയും ഒരു വിശ്വാസം. എന്തായാലും ചോറ്റാനിക്കര അമ്മയുടെ ആ ഒരു അത്ഭുത സംഭവ കഥ പറയാം. ഒരു ഭക്തന് ചോറ്റാനിക്കര അമ്മ ദർശനം നൽകുക അല്ലെങ്കിൽ ഒരു അനുഗ്രഹം നൽകുക എന്നൊക്കെ പറയുന്ന ഒരു നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് പറയുന്നത് കേട്ടോ. ഇത് പള്ളിപ്പുറത്ത് മനയിലെ നാരായണ നമ്പൂതിരി, ഏറെ ബഹുമാന്യനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് എനിക്ക് ഈ ഒരു സംഭവ കഥ എന്നിലേക്ക് പങ്കുവെക്കുന്നത്. പിന്നീട് ഞാൻ ഈ നാരായണ നമ്പൂതിരി തന്നെ, അദ്ദേഹം തന്നെ ഈ അനുഭവം ഉള്ള ആ ഒരു ഭക്തന്റെ നമ്പർ തന്നു. അദ്ദേഹത്തെയും ഞാൻ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹം എനിക്കൊരു വോയിസ് മെസ്സേജ് ആയിട്ടാണ് ഇത് അയച്ചു തന്നത്. അത് നമുക്ക് കേൾക്കാം. അതിനു മുന്നേ ആ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാം. ചോറ്റാനിക്കര അജയകുമാർ കഴിഞ്ഞ 35 ഏകദേശം 35 വർഷങ്ങളായിട്ട് കർണാടക സംഗീതജ്ഞനാണ്. അദ്ദേഹം ഒരു സംഗീത സംവിധായകനാണ്. ഏതാണ്ട് 500-ൽ പരം ഗാനങ്ങൾ അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. ഏറ്റവും അടുത്തായിട്ട് അദ്ദേഹം സിനിമയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സംഗീതം ചെയ്യുന്നതിൻ്റെ ഉള്ള തിരക്കിലാണ് അദ്ദേഹം. ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ നിരവധി പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ ചോറ്റാനിക്കര അജയകുമാർ. ആ ഒരു മനുഷ്യനുണ്ടായ ഒരു അത്ഭുത സംഭവമാണ് കേട്ടോ, ഒരു അത്ഭുത അനുഭവമാണ് കേട്ടോ നിങ്ങൾക്ക് മുന്നിലേക്ക് പങ്കുവെക്കുന്നത്. 2005 ഓഗസ്റ്റ് 5-നോ മറ്റോ, 5-നാണോ 25-നാണോ അറിയില്ല, ആ ഒരു ദിവസം അദ്ദേഹം ചോറ്റാനിക്കര അമ്മയ്ക്ക് മുന്നിൽ, അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു, ചോറ്റാനിക്കര അമ്മയ്ക്ക് മുന്നിൽ ഏതാണ്ട് 37 മണിക്കൂറോളം ഒരു സംഗീത അർച്ചന നടത്തണമെന്ന്. ശരിക്കും അത്ഭുതപ്പെട്ടു. ആരെ കൊണ്ട് നടക്കും തോന്നില്ല. തുടർച്ചയായിട്ട് 37 മണിക്കൂർ കർണാടക സംഗീതത്തിൽ സംഗീതാർച്ചന നടത്തുക എന്ന് പറഞ്ഞാൽ ശരിക്കും ആർക്കും അതിനെ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ചോറ്റാനിക്കര അമ്പലത്തിൽ 2005-ലാണ് അവതരിപ്പിച്ചത്. അതിനുശേഷം ഇങ്ങോട്ടാരും ഇത്രയും മണിക്കൂറൊന്നും ആരും ചെയ്തതായിട്ട് നമുക്കറിവില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം അങ്ങനെ ചോറ്റാനിക്കര അമ്പലത്തിൽ അങ്ങനെ സംഗീതാർച്ചന നടത്തുകയാണ്. ഏതാണ്ട് 15 മണിക്കൂർ പിന്നിട്ടു. 15 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശാരീരികമായി തളർന്നു എന്ന് വേണം പറയാൻ. അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കൈകാലുകൾ ഉണ്ടെന്ന് പോലും അദ്ദേഹത്തിന് തോന്നാത്ത ഒരവസ്ഥ, ഒരു വല്ലാത്ത അനുഭവം. ഇനി എങ്ങനെ ബാക്കി മണിക്കൂറുകൾ കംപ്ലീറ്റ് ചെയ്യും? അദ്ദേഹം തകർന്നുപോയി. 15 മണിക്കൂറേ കഴിഞ്ഞിട്ടുള്ളൂ, 37 മണിക്കൂർ വേണം. ഇനി എന്തെന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ആ ഒരു അത്ഭുത സംഭവം നടക്കുന്നത്. ഇത് ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി അദ്ദേഹം എനിക്ക് അയച്ച വോയിസ് മെസ്സേജ്, അത് നിങ്ങൾക്കായിട്ട് കേൾപ്പിക്കാം. അത് തന്നെ ആയിരിക്കും ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഭംഗി. നമുക്കൊന്ന് കേട്ടാലോ. ഞാൻ 2005 ഓഗസ്റ്റ് 25 കാലത്തില് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ 37 മണിക്കൂർ അഖണ്ഡ സംഗീതജ്ഞൻ നടത്തി.
24-ാം തീയതി അതിന്റെ തലേ ദിവസം സുരേഷ് ഗോപി സാറ്, നമ്മുടെ പ്രശസ്ത നടനും നമ്മുടെ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി സാറാണ് എന്റെ പ്രോഗ്രാമിന് ഭദ്രദീപം കൊളുത്തിയത്. തലേ ദിവസം രാവിലെ തുടങ്ങിയ സംഗീതയജ്ഞം നോൺ സ്റ്റോപ്പ് ആയിട്ട് പിറ്റേ ദിവസം രാത്രി 8:30 ആയപ്പോഴാണ് 8 മണിക്കൂറിനിടയിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ്, അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ആ പരിപാടി ഞാൻ സംഗീതയജ്ഞം ചെയ്തത്. ഏകദേശം ഒരു 10-15 മണിക്കൂർ ആയപ്പോൾ, അത് തലേദിവസത്തെ കാര്യം പറയുന്നത്, ഒരു രാത്രി 2 മണി നമ്മുടെ പഴയ സ്റ്റേജിലാണ്, പഴയ നവരാത്രി മണ്ഡപത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. എല്ലാവരും ഭയങ്കര കൊടിയ മഴ, ഒരു 1 മണി 2 മണി സമയത്ത് അപ്പോഴും ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന, അപ്പോൾ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ കിടന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉറങ്ങുന്നുണ്ട്, ചിലർ എഴുന്നേറ്റിരിപ്പുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ തിരപ്പള്ളി ഭാഗത്ത് 2 കൈ തൊഴുത് പിടിച്ചവരുള്ള ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഒരു ദീപം പോലെ അകത്തേക്ക് പ്രവേശിച്ചു പോകുന്നത്. ഇന്നവരെ ഞാൻ ആരോടും അത് ക്ഷേത്രത്തിലാകെ നാരായണൻ തമ്പുരാനോട് മാത്രമേ, നമ്മുടെ പള്ളിപ്പുറത്ത് മനയിലെ തമ്പുരാനോട് മാത്രമേ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടാൽ ആരും പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. ആ ഒരു വലിയൊരു ശക്തി അവിടെ കുടികൊള്ളുന്ന ആ ഒരു ചൈതന്യത്തിലാണ് ഞാൻ എന്റെ സംഗീത ജീവിതം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അമ്മ എവിടെ ഉണ്ട്, ചോട്ടാനിക്കര അമ്മയുടെ എല്ലാ സാന്നിധ്യം. ആ 15 മണിക്കൂർ കഴിഞ്ഞു പിന്നെ ഇടയ്ക്ക് കീപ്പോട്ട് തളർന്നു പോകുന്ന അവസ്ഥ, കയ്യും കാലും ഇല്ല എന്ന് തോന്നി 15 മണിക്കൂർ കഴിഞ്ഞപ്പോൾ. അതിനുശേഷം യാതൊരു ക്ഷീണവും അറിയാതെ 37 മണിക്കൂർ കൃത്യസമയം വരെ എനിക്ക് യാതൊരു ക്ഷീണവും എന്റെ ശബ്ദം പോലും അടയാതെ ഞാൻ പാടി എന്നുള്ളതാണ് എനിക്ക് ഭഗവതി എന്ന ഏറ്റവും വലിയ പുണ്യം. ഒന്നിനൊന്നിനെ എന്റെ ശബ്ദം തെളിഞ്ഞതല്ലാതെ യാതൊരു ഒരു ബുദ്ധിമുട്ടോ ഒരു അസ്വസ്ഥതയോ ഒന്നും. എന്റെ കയ്യേല് അല്പം നീര് വന്നിരുന്നു, താളവിടുന്ന കയ്യേല്, അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകൾ, കാലിലും നീർക്കെട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം അന്നൊന്ന് യൂട്യൂബും ഉള്ള കാലത്തല്ല ഞാൻ പാടുന്നത്. യൂട്യൂബ് ചാനൽ ഒന്നായിരുന്നെങ്കിൽ എന്റെ പേരൊക്കെ ഇന്ന് എന്നെ എല്ലാവരും ഏറ്റവും കൂടുതൽ പ്രശസ്തി അറിഞ്ഞത്. പക്ഷെ ആ ഒരു നാമത്തിലാണ് ഇപ്പോഴും, ചോട്ടാനിക്കരമ്മയുടെ നാമത്തിലാണ് എന്നെ ഇപ്പോഴും അറിയപ്പെടുന്നത്. അമ്മയുടെ ഒരു ചൈതന്യത്തിലാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. ഇത് ചിലർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം. അതെന്റെ ചില ആൾക്കാർ പറയുന്നത് ഇതൊക്കെ മനസ്സിന്റെ തോന്നലായിരിക്കാം. ശരി, എന്റെ തോന്നൽ എന്റെ ശരിയാണ് എന്ന് ഞാൻ പറയുന്നു. ചിലർക്ക് അത് തെറ്റായി വ്യാഖ്യാനിക്കാം. പക്ഷെ എന്റെ ശരിയാണ് എനിക്ക് ശരി. അത് എന്റെ വ്യക്തിത്വം ആണ് എനിക്ക് എന്റെ പാട്ടിൽ ഉള്ളത്. അത് ഭഗവതി എന്ന പുണ്യമാണ്. അതാണ് ഭഗവതിയുടെ ഏറ്റവും വലിയ ശക്തി. എല്ലാ മനുഷ്യനും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും. അതുപോലെയാണ് എന്റെയും സംഗീത ജീവിതത്തിലെ ഏറ്റവും വലിയ കർണാടക സംഗീതത്തിലെ ഒരു വഴിത്തിരിവാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം. അതെന്റെ ചില ആൾക്കാർ പറയുന്നത് ഇതൊക്കെ മനസ്സിന്റെ തോന്നലായിരിക്കാം. ശരി, എന്റെ തോന്നൽ എന്റെ ശരിയാണ് എന്ന് ഞാൻ പറയുന്നു. ചിലർക്ക് അത്, എല്ലാ മനുഷ്യനും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും. അതുപോലെയാണ് എന്റെയും സംഗീത ജീവിതത്തിലെ ഏറ്റവും വലിയ കർണാടക സംഗീതമാണ് കച്ചേരി അവിടെ നടത്തിയിരുന്നത്. ഈ 37 മണിക്കൂർ അഖണ്ഡ സംഗീതജ്ഞം. ഇതിനു മുന്നേ ആയി ഗുരുവായൂർ 3 വർഷം 2001, 2002, 2003 ഞാൻ 12 മണിക്കൂർ അഖണ്ഡ സംഗീതജ്ഞം നോൺ സ്റ്റോപ്പ് ആയിട്ട് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ പാടിയിട്ടുണ്ട്. ഒരു കലാകാരനും ഇത്രയും സമയം ഇരുന്ന് ഭഗവാന്റെ മുന്നിൽ ഇരുന്ന്, ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഒരു 2 മണിക്കൂർ സമയത്തേക്ക് പോലും എത്രയോ 1000 രൂപ കൊടുക്കണം. അത് അങ്ങനെ പോലും ഒരു പൈസ പോലും കൊടുക്കാതെ ഇത്രയും സമയം ഭഗവാന്റെ മുന്നിൽ ഇരുന്ന്, ഗുരുവായൂരപ്പന്റെ മുന്നിൽ ഇരുന്ന് പാടിയിട്ടുണ്ട്. ചോട്ടാനിക്കരമ്മയുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ സമയം പാടിയ ഒരു റെക്കോർഡ് എന്റെ പേരിലാണ്. അതിന് ഭഗവതിയോടാണ് നന്ദി പറയുന്നത്. എന്തായാലും എന്റെ ഈ അനുഭവം ചിലരുടെ കണ്ണിൽ അത് ശരിയല്ലായിരിക്കാം. പക്ഷെ എനിക്ക് എന്റെ ശരിയാണ് ശരി എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അമ്മേ നാരായണ. ഒത്തിരി സന്തോഷം എന്നെ വിളിച്ചത്. അങ്ങ് വീണ്ടും അദ്ദേഹം വോയിസ് ഇട്ടിട്ടുണ്ട്, ബാക്കി കൂടെ നമുക്ക് കേൾക്കാം. ഇത് ശരിക്കും നാരായണൻ തിരുമേനിയോട് മാത്രമാണ്, ഞാൻ നാരായണൻ തമ്പുരാനോട് മാത്രമാണ് ഇത് ഷെയർ ചെയ്തത്. ആദ്യം ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ജീവിതത്തിലുണ്ട്. ഇങ്ങനൊരു വലിയൊരു സത്യം ഇങ്ങനെ കാണേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അത് കണ്ട ഒരു നിമിഷം പോലെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പാടുന്നത് മാത്രം എനിക്കറിയാം. കാരണം വെച്ചാൽ എന്തോ ഒരു ലോകത്തിരുന്ന് പാടുന്ന പോലൊരു പ്രതീതിയായിരുന്നു. കാരണം വെച്ചാൽ കംപ്ലീറ്റ് ഒരു ഭയങ്കര ഒരു ഊർജം പോലെയാണ് ശരീരം പോകുന്നത്. പിന്നെ ക്ഷീണം എന്ന് പറയുന്ന കാര്യം അറിയാതാണ് അത്രയും സമയം ഞാൻ തികച്ചത്. ഇത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ അറിയുന്നത് ഇത്ര സമയം ഞാൻ പാടി എന്നുള്ളത്. ഇപ്പൊ എനിക്ക് പുറകോട്ട് ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഭയമാണ്. ഇത്ര 37 മണിക്കൂർ ഞാൻ എങ്ങനെ പാടി ഭഗവതി എന്നാലും അതാകുമ്പോ എന്നെ കൈപിടിച്ചു കൊണ്ടുപോയി ഭഗവതി തന്നെയാണെന്നാണ് എന്റെ ഏറ്റവും വലിയ വിശ്വാസം. എനിക്കുള്ള അനുഭവം ആകെ ഞാൻ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തോടാണ്. കാര്യം തന്ത്രിയെക്കാട്ടിലും വലിയ ആളാണ്, ഭഗവതിയുടെ പിതാവിന്റെ സ്ഥാനമുള്ള ആളാണ്
പള്ളിപ്പുറത്ത് നാരായണ സംബന്ധിക്കും അദ്ദേഹം പിതാവിന്റെ സ്ഥാനമാണ്. അപ്പൊ ഭഗവതിയുടെ അച്ഛനോട് തന്നെ എന്റെ കാര്യം പറയും. അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അത് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഒത്തിരി പേർക്കുണ്ട്. സാക്ഷാൽ കാക്കശ്ശേരി മഠത്തിലേക്ക് പോലും ഭഗവതി ദർശനം കൊടുത്തിട്ടുണ്ട്. തിരുവമംഗല സ്വാമിയാർക്ക് ദർശനം കൊടുത്തിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും, എനിക്ക് മാത്രമല്ലല്ലോ, ഞാൻ വെറും ഒരു പൊതു, അതിലുപരി എത്രയോ വലിയ വലിയ ആൾക്കാർക്ക്, എത്രയോ ആൾക്കാർക്ക് ഭഗവതിയുടെ മുമ്പിൽ വന്നിരുന്ന ഓരോ അനുഭവങ്ങളും ഓരോ കാര്യങ്ങളും എന്നെക്കാട്ടും കൂടുതൽ പറയാനുണ്ട്. ശരിക്കും അന്നത്തെ വീഡിയോ ആയിട്ടില്ല, അന്ന് ഫോണൊന്നും ഉണ്ടെങ്കിലും ക്യാമറയൊന്നും എടുത്തിരുന്ന ഒരു ടൈമല്ല. വീഡിയോ ശരിക്കും പറഞ്ഞ എന്റെ ഇല്ല, അതൊരു നഷ്ടപ്പെട്ടു പോയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. പക്ഷെ ചോറ്റാനിക്കര നിവാസികൾക്കൊക്കെ അറിയാം ഇത്രയും സമയം പാടിയ കാര്യങ്ങളും ഡീറ്റെയിലും എല്ലാം അറിയും. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു സങ്കടമുണ്ട്. തിരുപ്പള്ളി ഭാഗത്തേക്ക് അകത്തേക്ക് പോകുന്ന ഒരു ചെറിയ കാഴ്ച ഒരു മിന്നായം പോലാണ്. പെട്ടെന്ന് നിമിഷ നേരം കൊണ്ടാണ് അത് അപ്രത്യക്ഷമായി. അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ കണ്ടത്. എന്നൊരു കാര്യമുണ്ട്. എന്ത് ഭാഗ്യം ചെയ്ത മനുഷ്യനല്ലേ. അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ആളുകളൊക്കെ പറയും തോന്നലാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇത് ഓരോരുത്തരുടെ അനുഭവമാണ്. അതിപ്പോ നമ്മളെ നെഞ്ച് വലിച്ചു കയറി പറഞ്ഞെന്ന് പറഞ്ഞാലും ചിലർ പറയും അത് തോന്നൽ മാത്രമാണ്. പക്ഷെ 37 മണിക്കൂറൊക്കെ ഒരു പാട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് പാടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ആ ഭഗവതിയുടെ അനുഗ്രഹം ഇല്ലാതെ ഒന്നും പറ്റില്ല. എന്തായാലും വലിയൊരു സംഭവമായിപ്പോ ഇല്ലേ. ഈ കഥ അധികം പുറത്തു വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കരമായിട്ട് വൈറലാകേണ്ട കാര്യങ്ങളാണ് അല്ലെ. സാക്ഷാൽ ചോറ്റാനിക്കര ഭഗവതി ഒരു ഭക്തന്, ഒരു സാധാരണ ഒരു സംഗീതജ്ഞന് മുന്നിൽ അദ്ദേഹത്തിന് ദർശനം നൽകുക എന്നൊക്കെ പറഞ്ഞാല് നമ്മളൊക്കെ ഇങ്ങനെ ഇത് കേട്ടിട്ട് തന്നെ നമ്മുടെ ശരീരമൊക്കെ ഒരു വല്ലാതാകുന്നില്ലേ. ഇതുപോലെ ചോറ്റാനിക്കര അമ്മയുടെ അത്ഭുതങ്ങൾ എന്തെല്ലാം പറയാൻ ഓരോരുത്തർക്ക് കാണും. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അവിശ്വസനീയമായ അത്ഭുതകരമായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും അവിശ്വസനീയമെന്ന് തോന്നുന്ന അത്ഭുത സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ വീഡിയോയിലൂടെ, നമ്മുടെ അത്ഭുത അവിശ്വസനീയ പരിപാടിയിലൂടെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. ഈ ചോറ്റാനിക്കരമ്മ ഒരു ഭക്തന് ദർശനം നൽകുന്ന ഒരു സംഭവം, അതും ഈ ഒരു സംഭവം ദേവി നമ്മളെ നിയോഗിച്ച പോലെ നമ്മുടെ ചാനൽ വഴി വരട്ടെ എന്ന് ഒരുപക്ഷെ ആ അമ്മയുടെ അനുഗ്രഹമായിരിക്കാം. കാരണം 2005 നടന്ന സംഭവമാണ്, 2026 ഇതുവരെ ഈ ഒരു സംഭവം പുറലോകത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിന് നമ്മളെ പോലുള്ള ഒരു കുഞ്ഞു ചാനലിന് ഭഗവതി അനുഗ്രഹം നൽകുക, അനുവദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ പരം ഒരു പുണ്യം നമുക്കും ഇല്ല, നമുക്കും കിട്ടാനില്ല വേറെ പുണ്യം അല്ലെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലെ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക്, അമ്മയുടെ കഥ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.